കോട്ടയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചിഹ്നം തേടി UDF NDA സ്ഥാനാർത്ഥികൾ ഇരു സ്ഥാനാർത്ഥികളുടെയും പോസ്റ്ററുകൾ ഇറക്കിയെങ്കിലും അവരുടെ ചിഹ്നം ഏതാണ് എന്നത് വ്യക്തമായിട്ടില്ല. അതായത് തെരഞ്ഞെടുപ്പിന് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന സിംബൽ. LDF സ്ഥാനാർത്ഥിയാകട്ടെ രണ്ടില ചിഹ്നം പതിപ്പിച്ച പോസ്റ്ററുമായി മണ്ഡലത്തിൽ കസറുകയാണ്. കോട്ടയത്ത് ഇടത് ഐക്യമുന്നണികളിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസുകൾക്ക് ചിഹ്ന പ്രശ്നം ഒരു ചിഹ്ന കാര്യമല്ല. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയും ജോസഫും പോർവിളി നടത്തിയതും രണ്ടില മരവിപ്പിച്ചതുമൊക്കെ ചരിത്രം. രണ്ടില ചിഹ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ്റെ ഈ പ്രചരണ പോസ്റ്റർ കണ്ടാൽ ചിഹ്നത്തോടുള്ള സ്നേഹം ബോധ്യപ്പെടും. ചിഹ്നം കേരള കോൺഗ്രസ് എമ്മിന് ഔദ്യോഗികമായ ചിഹ്നം രണ്ടിലും ഉണ്ടായിരുന്നതുകൊണ്ട് LDFിൻ്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ അഡ്വാൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുള്ള ആദ്യത്തെ നേട്ടം. അംഗീകൃത സ്റ്റേറ്റ് പാർട്ടികൾക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ കേരള കോൺഗ്രസ് ഒരു അംഗീകൃത പാർട്ടി എന്ന നിലയിൽ അതിന് രണ്ടില ചിഹ്നം ഔദ്യോഗികമായിട്ട് ലഭ്യമായിട്ടുള്ളതാണ്. UDF സ്ഥാനാർത്ഥി K ഫ്രാൻസിസ് ജോർജിൻ്റെ പോസ്റ്ററുകളിൽ ചിഹ്നമില്ല. രജിസ്റ്റേർഡ് പാർട്ടിയാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമില്ലാത്തതാണ് പ്രശ്നം. ചിഹ്നം ലഭിക്കാൻ നോമിനേഷൻ പിൻവലിക്കുന്ന തീയതി വരെ കാത്തിരിക്കണം. ചിഹ്നമില്ലാത്തത് പ്രചാരണ രംഗത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ചിഹ്നമില്ലാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പം ചോരെല്ലാം ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ചോറിലെല്ലാം രണ്ടാമത് ചിഹ്നം എഴുതേണ്ട ഒരു പണി വരുന്നു. അതുപോലെ ഇപ്പോൾ നമുക്ക് വീട് കയറാൻ പറ്റുന്നില്ല. അഭ്യർത്ഥനയായിട്ട് വീട് കയറണമെങ്കിൽ ചിഹ്നം വെച്ചുള്ള അഭ്യർത്ഥന വേണം. NDA മുന്നണിയിൽ മത്സരിക്കുന്ന BDJSനും സ്വന്തമായി ചിഹ്നമില്ല. നേരത്തെ കുടം, ഹെൽമറ്റ് ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നു. രജിസ്റ്റേർഡ് പാർട്ടിയായതിനാൽ സ്വതന്ത്രരേക്കാൾ മുൻഗണന ചിഹ്നക്കാര്യത്തിൽ ലഭിക്കും. കുടം ചിഹ്നമായി ലഭിക്കാനായിരിക്കും അവരുടെ ശ്രമം. റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.